ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എൻ്റെ കണ്ണിൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥലം വരുന്നത് അങ്കമാലിക്കാണ്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്നങ്ങടാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിറച്ച് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ പാട്ട് വെച്ചിട്ടൊക്കെ ആട്ടോ പോകുന്നത്. അപ്പോൾ അച്ഛനാണിത്, ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി, സൗപർണിക എന്നാണ് പേര്. എൻ്റെ വല്യച്ഛൻ്റെ മോളാൻ്റെ കസിനാണ്. അപ്പോൾ അവർക്ക് കൂടിയിട്ടാണ്, ഉണ്ണിയുണ്ട് ഞാനും ഉണ്ട്, കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും രണ്ടാമതൊരു ബ്ലോക്ക് കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്കത് പോവാം. ഞങ്ങൾ ശരിക്കും വേറൊരു വഴി കൂടിയാണ് പോവാറുള്ളത്. പിന്നെ മുടക്കായിരുന്നല്ലോ. അപ്പോൾ ഈ വഴി പോയാൽ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിർത്തി. ഉണ്ണി എണീറ്റപ്പോഴേക്കിനും. അപ്പോൾ നമുക്ക് കടയിൽ കയറിയിട്ട് കാണാം. ഞങ്ങൾ 4 പേരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒപ്പം ഒരു വട ഉണ്ടായിരുന്നു. ബീട്രൂട്ട് മസാലയായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിലുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ബ്ലോക്ക് കിട്ടി. പോകുന്ന വഴിക്കൊക്കെ ബ്ലോക്കാണ്. ഞങ്ങൾ ബ്ലോക്കിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി വന്നത്. ബട്ട് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ആശുപത്രി എത്തി. നമ്മൾ കാണിക്കാൻ വേണ്ടി കയറുകയാണ്. ഉള്ളിലത്തെ എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. പാസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറണം. ഇതിൻ്റെ ഐഡിയും വേറെ ഉണ്ട്, പിന്നെ വേറെ ഉണ്ട്. ഇതാണ് ആശുപത്രി വരുന്നത് അങ്കമാലിയിൽ കേട്ടോ. അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ലേസ് കഴിക്കുകയാണ്. ഒരു ഓറഞ്ച് ലേസാണ്. ഞങ്ങൾക്ക് സർപ്രൈസായിട്ടാണ് ലേസ് തന്നത് അച്ഛനൊക്കെ. ഇന്നലെ മേടിച്ചിട്ട് പറയാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസായിട്ടാണ് ലേസൊക്കെ തന്നത്. അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ മഴ വന്നു. അപ്പോഴേക്കിനും ഞങ്ങളൊരു പകുതി എത്തുമ്പോഴേക്കിനും മഴയായി. വെള്ളമൊക്കെ ഒലിക്കുന്നതാണ് ഈ കാണിച്ചിരുന്നത് കേട്ടോ. മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം പൊടിമോളെ എണീറ്റിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ നിലയിലെത്തി. ഞങ്ങൾ ഉച്ചത്തെ ഊണാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്ര സാധനം കളക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഊണായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടാളും എണീറ്റു. അമ്മയും ചേച്ചിയും മാത്രമാണ് എണീക്കാത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെളപ്പായ റോഡ് കയറി എൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്താറായി. ഞങ്ങൾ കയറി. ഇതുവഴി പോയാൽ കുറച്ച് തന്നെ വീടെത്തും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ബൈ.